പാപനിയായ സ്ത്രീയെ പാപം ചെയ്ത അവസ്ഥയിൽ പിടിച്ച് കൊണ്ടുവന്നപ്പോഴും മതം പറയുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊന്നുകളയണമെന്ന്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് അവളെ കൊല്ലാനല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ കല്ലും പിടിച്ചോണ്ട് വന്ന പല അച്ചായന്മാരും അവിടെ ഇല്ല. എല്ലാവരും അവിടെ നിന്ന് പോയി. അവസാനം കർത്താവ് ചോദിച്ചു, എല്ലാവരും പോയോ? ആരും നിന്നെ എറിഞ്ഞില്ലല്ലോ. അവൻ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി മേലാൽ പാപം ചെയ്യരുത്. സ്ത്രീ അവളുടെ വഴി പോയി പിന്നെയും പാപം ചെയ്ത് കാണും. യേശു തൻ്റെ ശുശ്രൂഷയുമായി മുമ്പോട്ട് പോയി കാണും. പക്ഷേ വചനം അവിടെ ഇന്നും ജീവിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ, ഇനി മേലാൽ പാപം ചെയ്യരുത്. പാപത്തിൽ പിടിക്കപ്പെട്ടു എന്നതുകൊണ്ട് ജീവിതകാലം മൊത്തം പാപിയായി തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇനിയും മേലാൽ പാപം ചെയ്യരുത്. മനുഷ്യർ കല്ലെറിയാൻ തയ്യാറായേക്കാം, പക്ഷെ കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഇനിയും പാപം ചെയ്യരുത്. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ നശിച്ചു പോകാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അവൻ ദുഷ്ടത വിട്ട് മടങ്ങി മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലായി തീർന്നാൽ അവൻ്റെ ഇന്നലകളെ ദൈവം ഓർക്കുന്നില്ല, ദൈവം കണക്കിടുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം അവൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിനാൽ ഒരുവന്റെ മേൽ മുദ്ര വീഴ്ത്തപ്പെടും.